ഇത് കൃഷ്ണമാഷ് അത് എനിക്ക് ഇപ്പോഴും സർപ്രൈസ് മാറിയിട്ടില്ല. കൃഷ്ണമാഷ് ഞാൻ നൃത്തം കുട്ടിക്കാലത്തെ പഠിച്ചു തുടങ്ങി, 4 വയസ്സ് തൊട്ടേ പഠിച്ചു തുടങ്ങി. ഞാൻ കണ്ണൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ്, ചിന്മയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൃഷ്ണമാഷയുടെ അടുത്ത് പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നണ എന്റെ ഒരു നൃത്ത ജീവിതത്തിൽ ഏറ്റവും അതെ ഏറ്റവും ഇന്നും പലരും ഡാൻസിനെ കുറിച്ച് പലതും പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയാറുള്ളത് എന്റെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹവും അല്ലെങ്കിൽ അവർ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഒരു ഗുണമായിരിക്കും അറിഞ്ഞോ അറിയാതെ എന്നിൽ എന്റെ ഒരു ഡാൻസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണെന്ന് പറയാറുണ്ട്. അപ്പോ ഞാൻ മാഷിന്റെ അടുത്ത് പഠിക്കുമ്പോഴാണ് ഞാൻ യുവജനോത്സവത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയും കലാതിലകമാവുകയും കലാതിലകമാവുന്നതിൽ കൂടി സിനിമയിലേക്കുള്ള ഒരു അവസരം കിട്ടുന്നതും എല്ലാത്തിന്റെ തുടക്കവും മാഷയുടെ അനുഗ്രഹത്തോടു കൂടി. മാഷയായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. അത് പിഷാരടി, രമേഷ് പിഷാരടി അറിയാലോ, ചാക്കോച്ചൻ. ചാക്കോച്ചനെ ഡാൻസ് പഠിപ്പിച്ച ഒരു മാഷില്ലായിരുന്നു? അമൃതം ടീച്ചർ, അമൃതം ഗോപിനാഥ് എന്ന് പറഞ്ഞു, അല്ലേ? ആലപ്പുഴയിലുള്ള റാംജിറാവ് സ്പീക്കിങ്ങിലൊക്കെ കമ്പിളിപ്പൊതപ്പ് അമൃതം ഗോപിനാഥ് എന്ന് പറഞ്ഞ മറ്റേ കമ്പിളിപ്പൊതപ്പ് സീനിൽ അഭിനയിച്ച ആ ടീച്ചറാണ് ചാക്കോച്ചനെ ഡാൻസ് പഠിപ്പിച്ചത്. അന്ന് അവിടെ അതാ പറഞ്ഞേ, നമ്മുടെ ഇതിലൊക്കെ അഭിനയിക്കാൻ വരുമല്ലോ മിക്കവാറും ഫാസിൽ സാറിന്റെ പടങ്ങളിലൊക്കെ അല്ലെ സിദ്ദിഖ് ലാൽ സാറിന്റെ പടങ്ങളിലൊക്കെ മിക്കവാറും അവരൊരു ഏതെങ്കിലും ഒരു ചെറിയ റോളിലെങ്കിലും അഭിനയിക്കാൻ വരും. അപ്പം അന്ന് വരുമ്പോ നമ്മുടെ ഞാൻ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയായിരുന്നു, അന്നേ പുള്ളി അവിടത്തെ കമലഹാസനാ. ഇതാ ശരി, അന്ന് കുഞ്ചാക്കോപൻ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ കമലഹാസനായിരുന്നെങ്കിൽ പഠിക്കുന്ന കാലത്ത് മഞ്ജു വാര്യർ അവിടുത്തെ ആരായിരുന്നു? അത് മാഷ് പറയണം. മാഷെ അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടാലന്റ് ആയിട്ട് അന്നേ മനസ്സിലായിരുന്നു മാഷിന്. മഞ്ജു വാര്യർ വരുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയാകുമ്പോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് അവള് പഠിക്കുമ്പം അവൾ അമ്മയുടെ വാക്കെന്നും അച്ഛന്റെ വാക്കെന്നും മനസ്സിലായി ഇവൾക്ക് കല അത്യാവശ്യമാണെന്ന്. മാത്രല്ല ഏട്ടനെ പഠിപ്പിക്കുമ്പോൾ അത് കണ്ടു പഠിച്ചൊരു കുട്ടിയാ. അന്നേരം ഏട്ടനേക്കാൾ സാമർത്ഥ്യം അനിയനാ. ചെറിയ കുട്ടിയായിരുന്നു. ഏട്ടന്റെ ഡാൻസ് ഒഴിവാക്കിയിട്ട് അനിയത്താണ് ഡാൻസ് പഠിച്ച് വളരെ മിടുക്കിയായിട്ട് വളരാൻ വന്നത്. ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനെപ്പറ്റി വിശദീകരണം അറിയുമ്പോഴും മനസ്സിലാക്കി ഈ കുട്ടിക്ക് ഒരു കഴിവുണ്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ പോകണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നല്ലൊരു ശിക്ഷണത്തിലാണ് മഞ്ജു വളർന്നിരുന്നത്. മാഷയുടെ പഠിപ്പിക്കുന്ന രീതിയും പ്രത്യേകം എടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കും. അതായത് വീണ്ടും വീണ്ടും ചെയ്യിക്കാനും നമുക്ക് ആ സമയത്ത് നമുക്ക് ചെറിയ പ്രായമാണ്. പക്ഷെ എന്നാലും അതിന്റെ ഗുണം എത്രത്തോളം ആണെന്നുള്ളത് മുന്നോട്ടുള്ള ഒരു യാത്രയിലാണ് ശരിക്കും. ഗുരുക്കന്മാരെപ്പോഴും അറിയപ്പെടുന്നത് അങ്ങനെയാണല്ലോ. ഗുരുക്കന്മാരെപ്പോഴും അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ശിഷ്യരുള്ളപ്പോഴാണ്. അപ്പോ എപ്പോഴും അറിയുന്നത് അങ്ങനെയാണല്ലോ, അല്ലെ? ഇന്നും എവിടെ ചെന്നാലും കൃഷ്ണമാഷിന് മഞ്ജു വാര്യരുടെ ഗുരു എന്നുള്ള പേര് കൂടി. അതെ, ആദ്യം വരുന്നതന്നെ മഞ്ജു വാര്യർ തന്നെയാണ്. ആദ്യത്തെ പേര് പറയുമ്പോൾ തന്നെ മഞ്ജു വാര്യരുടെ പേര്. അത് രണ്ട് തവണ കലാതിലകം നേടിയ കുട്ടിയാ. നമ്മളെ ഓർമ്മയിൽ സംസ്ഥാന കലോത്സവത്തിൽ 2 തവണ അടുത്തടുത്ത കൊല്ലം കലാതിലകം പഠിച്ചൊരു കുട്ടിയാണ് മഞ്ജു വാര്യർ. അല്ലാതെയുള്ള നല്ല ഓർമ്മകളുണ്ട്. അതായത് കണ്ണൂര് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അപ്പൊ പയ്യന്നൂർ മാഷയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ താമസിക്കുകയും മാഷയുടെ വീട്ടിൽ നിന്നൊക്കെ എത്രയോ ദിവസം ഭക്ഷണവും കഴിച്ച് അവിടെ കിടന്നുറങ്ങി, മാഷയുടെ മക്കളുടെ കൂടെ തന്നെ കിടന്നുറങ്ങി, അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകളുണ്ട്. അതിന് ഞാൻ ചോദിക്കട്ടെ മാഷെ, ഇപ്പം എന്ന് വെച്ചാല് ഈ ഡാൻസിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, എത്ര വർഷം കഴിഞ്ഞാലും അത് ഉണ്ടാവുമല്ലോ. മാഷ് പഠിപ്പിക്കുന്നതാണെന്നറിയാം. മാഷൊരു 2 സ്റ്റെപ്പ് വെക്കാൻ മാഷ് ഇപ്പൊ ചെയ്യാറുണ്ടോ? ഞാൻ തുറന്നു പറയാം, 2024 നവംബറിൽ ഞാനും എൻ്റെ മകൾ സംഘമിത്രയും സംഘമിത്രയുടെ മകൾ വൈകയും കൂടി ഒരു നൃത്തം അവതരിപ്പിച്ചു. ഈ 76 വയസ്സായി 3 പേരും കൂടി നമ്മുടെ പയ്യന്നൂർ അമ്പലത്തില് ഉത്സവത്തിന് നല്ലൊരു നൃത്ത പരിപാടി അവതരിപ്പിച്ചു. അന്ന് കാണാൻ വേണ്ടി നമ്മളെ മഞ്ജുയുടെ അമ്മയും ആ സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, വണ്ടർഫുൾ. ഒരു 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി ചെയ്യുന്നോ? ആദ്യം നമസ്കാരം. ഞാൻ നന്നായിട്ട് പഠിക്കുന്നു. നൃത്തം ചെയ്യുന്നു. കൂടാതെ എല്ലാ കുട്ടികളെയും
പറഞ്ഞ് നന്നായി ശിക്ഷണം കൊടുക്കുന്നു.